നമസ്കാരം. NDA നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ഒരുപാട് പേര് വീഡിയോ കണ്ടു. അതായത് മിനിമം +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആർമി, നേവി, എയർഫോഴ്സിൽ ഓഫീസർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അതുമാത്രമല്ല +2 കഴിഞ്ഞവർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം ഈ ഒരു ജോലിയോടൊപ്പം നിങ്ങൾക്ക് ഡിഗ്രിയും അവിടെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രത്യേകത. അപ്പോൾ മിനിമം +2 യോഗ്യതയുള്ള ബോയ്സിനും ഗേൾസിനും നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമിയിൽ ജോലി കിട്ടാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വീഡിയോ കാണാത്തവർ അത് കണ്ടുവരിക. കാരണം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ അയക്കണം. നിങ്ങളുടെ മൊബൈൽ വഴി, നിങ്ങളുടെ സ്വന്തം മൊബൈൽ വഴി, ആരുടെയും സഹായമൊന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിലേക്ക് അപേക്ഷ അയക്കാം. കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ആദ്യമേ പറയാണ്, കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് അപേക്ഷ അയക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, മടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നമ്പർ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം. ആപ്ലിക്കേഷൻ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ്, ജൂൺ 17. ഒരു കാരണവശാലും ലാസ്റ്റിലേക്ക് വെക്കരുത്. ഒരു ആപ്ലിക്കേഷനും നിങ്ങൾ ലാസ്റ്റിലേക്ക് വെക്കേണ്ട. കാരണം സൈറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്ന അന്ന് തന്നെ നിങ്ങൾ അപേക്ഷ അയക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവരണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ OTR വൺ ടൈം രജിസ്ട്രേഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2 വീഡിയോ കണ്ടുവരാം. നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏജും ക്വാളിഫിക്കേഷൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. സെലക്ഷൻ ക്രൈറ്റീരിയ, മറ്റ് കാര്യങ്ങളെല്ലാം അടങ്ങിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുവരണം. OTR വൺ ടൈം രജിസ്ട്രേഷൻ്റെ വീഡിയോ കാണണമെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. UPSCയിൽ നിങ്ങളെല്ലാവരും വൺ ടൈം ക്രിയേഷൻ നമ്മൾ SSCയിലും PSCയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ UPSCയിലും ചെയ്യണം. ആദ്യമായിട്ട് അപേക്ഷ അയക്കുന്നവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്തായാലും ചെയ്യണം. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. രണ്ടും കണ്ടുവരിക. അതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ UPSCയുടെ വെബ്സൈറ്റ് upsconline.nic.in ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. മൊബൈലാണെങ്കിൽ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടർ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒഫീഷ്യൽ പേജ് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് ലോഗിൻ ഒന്നാമത് കാണാം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ് വരിക. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. OTR വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു വന്നോളൂ. നമ്മളിപ്പോൾ ഡയറക്റ്റ് ലോഗിനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ കാണാം ഇൻസ്ട്രക്ഷൻസ് കാണാം. വലത്തെ ഭാഗത്ത് 4ാമത് കിടക്കുന്നുണ്ട് എക്സാമിനേഷൻ നോട്ടീസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ വന്ന നോട്ടീസുകൾ 2 വന്നിട്ടുണ്ട്. NDA വന്നിട്ടുണ്ട്, CDS വന്നിട്ടുണ്ട്. അപ്പോൾ NDA നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. CDSൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കറിയാം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷ അയക്കാം. നോട്ടിഫിക്കേഷൻ കണ്ടുവന്നോളൂ. അതിൻ്റെ ആപ്ലിക്കേഷനും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2ൻ്റെ ആപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽപ്പ് വേണമെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ബാക്ക് അടിക്കുക. പിന്നെ ഇവിടെ മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ആയിട്ടുണ്ടോ, ഫീസ് അടച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നമ്മളിപ്പോൾ അപേക്ഷ അയച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യാൻ പോവാണ്. ലോഗിൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ 3 രീതിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. URN ആൻഡ് പാസ്വേഡ്, അതായത് യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ കിട്ടും നിങ്ങൾക്ക് വൺ ടൈം ക്രിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അത് വെച്ച് ലോഗിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇമെയിൽ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID, രജിസ്റ്റേർഡ് ഇമെയിൽ ID നിങ്ങളിവിടെ കൊടുത്ത OTR വെക്കുമ്പോൾ കൊടുത്ത ഇമെയിൽ ID കൊടുക്കണം. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. ഇവിടെ കാണുന്ന ക്യാപ്ച കൊടുത്ത് നിങ്ങൾ സൈനിങ് കൊടുക്കണം. അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണാൻ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം. അതായത് നിങ്ങളുടെ പേര്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ കാണുന്നത് സുരേഷ് പ്രസാദ് സിംഗ് എന്നുള്ളൊരു പേരാണ്. ആ ഒരു പേര് നിങ്ങൾ കൊടുക്കേണ്ടത് ഫസ്റ്റ് നെയിമിൽ സുരേഷ്, സെക്കൻഡ് നെയിം അതായത് മിഡിൽ നെയിമിൽ പ്രസാദ്, ലാസ്റ്റ് നെയിം സിംഗ്. ഈ പ്രകാരമാണ് കൊടുക്കേണ്ടത്. അതാണ് അവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ 2 പേര് രോഹിത് കുമാർ. ഈ 3 പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, തേർഡ് നെയിം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. 2 നെയിം ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമുമാണ് ഉള്ളതെങ്കിൽ രോഹിത് കുമാർ എന്ന് കാണാം. ഫസ്റ്റ് നെയിമിൽ രോഹിത് കൊടുക്കുക, ലാസ്റ്റ് നെയിമിൽ കുമാർ കൊടുക്കുക. ഇവിടെ മിഡിൽ നെയിം കൊടുക്കണ്ട. മനസ്സിലായി വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒറ്റ പേര്, നിങ്ങൾക്ക് ഇനീഷ്യലും ഇല്ല സബ് നെയിമും ഇല്ല എന്നുണ്ടെങ്കിൽ ദിവ്യ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് നെയിം മാത്രമാണ് കൊടുക്കുന്നത്. മിഡിലും ലാസ്റ്റും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നോക്കുക. അതിൽ നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇതൊരു ഇൻസ്ട്രക്ഷനാണ്, ഒരു ബേസിക് ഡെമോ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊസീഡ് ഫോർ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നെയിം എന്താണോ അത് ഇവിടെ അടിച്ചു കൊടുക്കണം, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത്. അതിനുശേഷം നിങ്ങളത് കൺഫേം ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇവിടെ ചോദിക്കുന്നുണ്ട് ഈ പേര്, ഇപ്പോൾ ഈ കൊടുത്ത പേര് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പോലെയാണോ എന്നാണ് ചോദിക്കുന്നത്. എസ് കൊടുക്കുക. ഇനിയിപ്പോൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും വേണ്ട, നിങ്ങൾ എസ് കൊടുക്കുക. സർട്ടിഫിക്കറ്റിലുള്ള പേര് തന്നെ കൊടുക്കുക. ഇനി ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ കറക്റ്റായിട്ട് കൊടുക്കണം. മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക, ഫീമെയിൽ ആണെങ്കിൽ അത് കൊടുക്കുക. അതും കൺഫേം ചെയ്ത് കൊടുക്കണം. റൈറ്റ് സൈഡിൽ കൺഫേം ജെൻഡർ. അതിന് ശേഷം ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. എല്ലാം നിങ്ങൾ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് പ്രകാരം ഫില്ല് ചെയ്ത് കൊടുത്തോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അത് കൺഫേം ചെയ്ത് ഇവിടെ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഫാദേഴ്സ് നെയിമാണ്, അച്ഛൻ്റെ പേര്. ഫുൾ നെയിം കൊടുക്കണം. അച്ഛൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക. എല്ലാം നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. പിന്നെ മദേഴ്സ് നെയിമാണ്, അമ്മയുടെ പേര് കൊടുക്കുക. അതും ഈ പറഞ്ഞ പോലെ കൺഫേം ചെയ്ത് റൈറ്റ് സൈഡിൽ കൊടുക്കണം. അതും കഴിഞ്ഞു. പിന്നെ ഗാർഡിയൻസ് നെയിം, ഗാർഡിയൻ, നമുക്ക് അച്ഛനായിരിക്കും ഗാർഡിയൻ ഉണ്ടാവുക, അമ്മയാണെങ്കിൽ അത് കൊടുക്കുക. ഗാർഡിയൻസ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും കൺഫേം ചെയ്ത് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. ഇതൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തു. അപ്പോൾ അത് കൊടുത്തപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതിന് ശേഷം എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എഡിറ്റ് എന്ന് കാണാം. എഡിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. എസ് കൊടുക്കുക. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി മെട്രിക്കുലേഷൻ ബോർഡ് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മൾ ഇന്ത്യയിലാണോ പഠിച്ചതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ടിക്ക് ചെയ്ത് കൊടുക്കണം. ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10ാം ക്ലാസ് പഠിച്ച സ്റ്റേറ്റ് നമ്മൾ കേരള ആയിരിക്കും. ഇവിടെ കേരള സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കേരള കാണാം. കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കൺഫേം ചെയ്യും വേണം. കേരള റൈറ്റ് സൈഡിൽ കൺഫേം ചെയ്ത് കൊടുക്കണം. കേരള കൊടുത്തു. ഇനി ചോദിക്കുന്നത് എക്സാമിനേഷൻ ബോർഡാണ്. നമ്മളെല്ലാവരും കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആയിരിക്കും. ഇവിടെ കാണാം കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. ഇനി നിങ്ങൾ CBSE ആണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷനാണ്, അത് കൊടുത്തു. അതേപോലെ റൈറ്റ് സൈഡിൽ അത് കൺഫേം ചെയ്ത് കൊടുക്കണം. എല്ലാം നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അത്രയും കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് മെട്രിക്കുലേഷൻ പാസ് ഔട്ട് ഇയറാണ്. ഏത് വർഷമാണോ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായത് അത് സർട്ടിഫിക്കറ്റിലുണ്ടാവും. അത് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിവിടെ കൺഫേം ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിൽ. അത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നമ്പറാണ് ചോദിക്കുന്നത്. റോൾ നമ്പർ അല്ല, സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും. അതിവിടെ സർട്ടിഫിക്കറ്റ് നമ്പറിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് റൈറ്റ് സൈഡിൽ കൺഫേം ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് ചോദിക്കുന്നത് റോൾ നമ്പർ, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ റോൾ നമ്പർ. പിന്നെ ഇഷ്യൂയിങ് ഡേറ്റ് ഉണ്ടാവും. മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് ഡേറ്റ് ഉണ്ടാവും. അതൊക്കെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. ഇതെല്ലാം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇഷ്യൂയിങ് ഡേറ്റ് കൊടുക്കുക, മന്ത് കൊടുക്കുക, ഇയർ കൊടുക്കുക. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ കൊടുക്കുക. അതേപോലെ നിങ്ങൾ റൈറ്റ് സൈഡിൽ അത് കൺഫേം ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ഗ്രേഡിംഗ് സിസ്റ്റമാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ CGPA കാണാം, GPA പെർസെൻറ്റേജ്. അപ്പോൾ ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ CGPA കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം CGPA അത് കൺവേർട്ട് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ യൂട്യൂബിൽ കാണാം. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് CGPA അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് പെർസെൻറ്റേജ് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയ പെർസെൻറ്റേജ് അറിയുന്നുണ്ടാവും. അത് പെർസെൻറ്റേജ് മാർക്ക് അവിടെ ടിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ കിട്ടിയ പെർസെൻറ്റേജ് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്രകാരം നിങ്ങൾ കൊടുത്തോളൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ 50 KB മുതൽ 300 KB വരെയുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ സൈസ് കുറയ്ക്കാനുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും. ഇമേജ് റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഡയറക്റ്റ് ക്രോമിൽ കയറി കഴിഞ്ഞാൽ ഐലവുമായി PDF എന്നൊരു വെബ്സൈറ്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് സൈസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 50 KB മുതൽ 300 KB വരെയുള്ള മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഫയൽ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, ഫയൽ നെയിം എഡിറ്റ് ചെയ്യണം. ഫയൽ നെയിം അതായത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സൈസ് കുറച്ചൊരു ഫയൽ ഉണ്ടാവും, അതിൻ്റെ നെയിം റീനെയിം ചെയ്യണം. ബോർഡ് _ സർട്ടിഫിക്കറ്റ് ഇപ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം,
അത് എഡിറ്റ് ചെയ്യണം, റീനെയിം ചെയ്ത് കൊടുക്കണം. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തോളൂ. പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുക. അപ്പോൾ 50 KB മുതൽ 300 KB വരെയുള്ള 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റീനെയിം ചെയ്യണം. ബോർഡ് _ സർട്ടിഫിക്കറ്റ് അങ്ങനെ റീനെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ഫയൽ കൊടുത്തിട്ട് ആ ഒരു ഫയൽ നിങ്ങളിവിടെ അപ്ലോഡ് സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് അപ്ലോഡ് ആവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഡിജി ലോക്കർ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഫെച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. ഈ 2 രീതിയിലും ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ട് വെച്ച് അങ്ങനെ ചെയ്യാം. അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളിവിടെ കാണുന്ന ബോക്സ് ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ സബ്മിറ്റ് കൊടുക്കാൻ പറ്റും. സബ്മിറ്റ് കൊടുക്കുക. കൺഫേം ചെയ്തിട്ടുണ്ട്, എസ് കൊടുത്തോളൂ. അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആധാർ സെലക്ട് ആധാർ സ്റ്റാറ്റസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആധാർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഐ ഹാവ് ബീൻ ഇഷ്യൂഡ് ആധാർ ആ ഒരു ഓപ്ഷൻ കാണാം, ഫസ്റ്റത്തെ ഓപ്ഷൻ. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളുടെ ഇതിൽ കാണുന്ന ക്യാപ്ച നിങ്ങളിവിടെ തെറ്റാതെ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗെറ്റ് ആധാർ OTP കൊടുക്കുക. അപ്പോൾ OTP പോയിട്ടുണ്ട് ആ നമ്പറിലേക്ക്, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് OTP പോയിട്ടുണ്ടാവും. ആ ഒരു OTP നിങ്ങൾ വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTP കൊടുക്കണം. അപ്പോൾ OTP കറക്റ്റ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ്സ് കറക്റ്റ് എന്ന് കൊടുത്ത് OTP കറക്റ്റാണ്, അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആധാർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം, കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കാണാം. ഫോട്ടോയും വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്തു, എസ് കൊടുത്തു, അത് ഓക്കെ ആയിട്ടുണ്ട്. ആധാറിൻ്റെ വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അടിയിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്തോളൂ. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ലോക്ക് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ലോക്ക് ആൻഡ് സബ്മിറ്റ്. ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്, എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നോ കൊടുത്തു കഴിഞ്ഞിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ എസ് കൊടുത്തു, എസ് പ്രൊസീഡ് കൊടുത്തു. അപ്പോൾ ഇവിടെ യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട്. ഈ ഒരു URN നമ്പർ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചോളൂ. ഇത് നമുക്ക് ആവശ്യമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി. ഓക്കെ, എന്നിട്ട് നേരെ നിങ്ങൾ ഓക്കെ കൊടുത്തു. അപ്പോൾ പുതിയൊരു പേജ് വന്നു, ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫില്ലിംഗ് കോമൺ ആപ്ലിക്കേഷൻ ഫോം. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പ്രൊസീഡ് ഫോർ കോമൺ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ചോദിക്കുന്നത് നിങ്ങളുടെ നാഷണാലിറ്റിയാണ്. എല്ലാവരും ഇന്ത്യനാണ്. സിറ്റിസൺ ഓഫ് ഇന്ത്യ കൊടുത്തു. മൈനോറിറ്റി സ്റ്റാറ്റസ് നിങ്ങൾ മൈനോറിറ്റി ആണെങ്കിൽ എസ് കൊടുത്തിട്ട് നിങ്ങൾ മൈനോറിറ്റി ഗ്രൂപ്പ് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് ഒക്കെ ഉണ്ട്, ഏതാണെങ്കിൽ അത് കൊടുക്കുക. മദർ ടങ് കൊടുക്കണം. സ്റ്റേറ്റ് ഓഫ് ഡൊമൈസിൽ കേരള ആയിരിക്കും, കേരള കൊടുക്കുക. മെറിറ്റിയർ സ്റ്റാറ്റസ് അൺമാരിഡ് ആണ്, അൺമാരിഡ് കൊടുക്കണം. അപ്പോൾ മൈനോറിറ്റി സ്റ്റാറ്റസ് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾ മദർ ടങ്, നമ്മൾ മലയാളമാണ് മദർ ടങ്, മലയാളം. അതിനുശേഷം ഡൊമൈസൈൽ എല്ലാവരും കേരളയാണ്, കേരള സെലക്ട് ചെയ്തു. പിന്നെ ചോദിക്കുന്നത് മെറിറ്റിയർ സ്റ്റാറ്റസ് അൺമാരിഡ് ആണ്, അൺമാരിഡ് കൊടുത്തു, അതൊക്കെ ആയിട്ടുണ്ട്. ഇനി പ്ലേസ് ഓഫ് ബർത്ത് ആണ്, ഇന്ത്യയിലാണോ ഔട്ട്സൈഡ് ഇന്ത്യയാണോ? എല്ലാവരും ഇന്ത്യ ആയിരിക്കും, ഇന്ത്യ ടിക്ക് ചെയ്ത് കൊടുത്തു. സ്റ്റേറ്റ് കേരള, നമ്മളെല്ലാവരും കേരളയാണ്, കേരള സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് ജില്ലയാണ്, നിങ്ങളുടെ ജില്ല, ഞാൻ പാലക്കാട് കൊടുത്തു. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ വില്ലേജ് ടൗൺ ഓർ സിറ്റി, അത് കറക്റ്റായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, നിങ്ങളുടെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തെറ്റാതെ. ഇത്രയും കഴിഞ്ഞാൽ നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റീവ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കണം. അപ്പോൾ അടുത്ത പേജ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ എല്ലാ പേജിലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ എഡിറ്റ് ചെയ്ത് പോവുക. ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തപ്പോൾ എസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അടുത്ത പേജ് പാരൻറ്റ് പ്രൊഫൈലാണ്. അച്ഛൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റാറ്റസ് അലൈവ് ആണോ അതോ മരണപ്പെട്ടോ എന്നാണ് ചോദിക്കുന്നത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അലൈവ് കൊടുക്കുക.
അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ഒക്യുപ്പേഷൻ, അച്ഛൻ്റെ ജോലി എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആനുവൽ ഇൻകം, വാർഷിക വരുമാനം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നാഷണാലിറ്റി ഇന്ത്യനാണ്, അത് കൊടുക്കുക. ഇതേപോലെ തന്നെ അമ്മയുടെ ഡീറ്റെയിൽസും കൊടുക്കണം. പേര് വന്നിട്ടുണ്ടാവും. സ്റ്റാറ്റസ് അലൈവ് ആണോ മരണപ്പെട്ടോ അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഒക്യുപ്പേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കൊടുക്കണ്ട. നാഷണാലിറ്റി എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തോളൂ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. ഫാദറും മദറും ബിലോങ്സ് ടു ഏത് സ്റ്റേറ്റ് ആണോ, കേരള കൊടുക്കണം, മറക്കരുത്, ഞാൻ പറയാൻ വിട്ടതാണ്. പിന്നെ ജില്ല ചോദിക്കുന്നുണ്ട്, അതും കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നെ അമ്മയുടെ കേസിൽ ഒക്യുപ്പേഷൻ വീട്ടമ്മയാണെങ്കിൽ ഹോം മേക്കർ കൊടുത്താൽ മതി. ആനുവൽ ഇൻകം അപ്പോൾ 0 ആയിരിക്കും, 0 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. തെറ്റാതെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തു. ഇതും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്തോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ സബ്മിറ്റ് കൊടുക്കുക, യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി കമ്മ്യൂണിറ്റിയാണ്. ഇവിടെയാണ് നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി. SC ആണോ, ST ആണോ, OBC ആണോ, ജനറലാണോ, EWS ആണോ. SC ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. OBC ആണെങ്കിൽ NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ജനറൽ ആണെങ്കിൽ ഒന്നും ആവശ്യമില്ല. EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ OBC കൊടുത്തു. ഇവിടെ ബിലോങ്സ് ടു ക്രിമിലെയർ ആണെങ്കിൽ S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കണം. ക്രിമിലെയർ അല്ലെങ്കിൽ നോ കൊടുക്കുക. നോ കൊടുത്തപ്പോൾ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ എല്ലാം ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. ഓഫീസ് ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി അത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഡെസിഗ്നേഷൻ ഓഫ് ഇഷ്യൂയിങ് അതോറിറ്റി, അതായത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണോ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണോ, കളക്ടറാണോ, ഡെപ്യൂട്ടി കമ്മീഷണറാണോ തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള അതോറിറ്റി ഏതാണോ അത് കൊടുക്കുക. സ്റ്റേറ്റ് നിങ്ങൾ കേരള കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അഡ്രസ്സ് ഉണ്ടാവും, അത് കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ചോദിക്കുന്നുണ്ട്, അത് സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം കൊടുക്കുക. പിന്നെ ഫാദർ, നിങ്ങളുടെ അച്ഛൻ സർവീസിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതർവൈസ് ഫിൽ നോട്ട് ആപ്ലിക്കബിൾ, അതായത് നോട്ട് ആപ്ലിക്കബിൾ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം നിങ്ങളുടെ കാസ്റ്റ് ഏതാണോ അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻട്രൽ ലിസ്റ്റ് സീരിയൽ നമ്പർ നിങ്ങൾ കൊടുക്കണം. ഇത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾ സെൻട്രൽ ലിസ്റ്റിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ ക്ലിക്ക് ഹിയർ ടു സി ലിസ്റ്റ് കൊടുത്ത ഒരു സീരിയൽ നമ്പർ കിട്ടും, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കേരള സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റർ ചെയ്ത് കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 50 KB മുതൽ 300 KB വരെയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് അലോ ചെയ്യുള്ളൂ. PDF-ലായിരിക്കണം. ഫയൽ നെയിം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് എഡിറ്റ് ചെയ്യണം, റീനെയിം ചെയ്യണം. അതായത് നിങ്ങൾ ഓൾറെഡി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് സൈസ് കുറയ്ക്കുക, 50 മുതൽ 300 KB വരെയുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റിലേക്കായി കൺവേർട്ട് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ പേര് റീനെയിം ചെയ്ത് കൊടുക്കുക, caste_സർട്ടിഫിക്കറ്റ് അങ്ങനെ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്ത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഡിജി ലോക്കറിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ചോദിക്കുന്നത് പാരൻ്റ് ഡീറ്റെയിൽസ് ആണ്. അച്ഛന് പാൻ കാർഡ് ഉണ്ടോ, ഉണ്ടെങ്കിൽ S കൊടുക്കുക. അതിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അച്ഛന് ആധാർ കാർഡ് ഉണ്ടോ, S കൊടുക്കുക, നമ്പർ കൊടുക്കുക. അമ്മയ്ക്ക് പാൻ കാർഡ് ഉണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി കേട്ടോ. ഉള്ളവർ S കൊടുക്കുക, നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, തെറ്റാതെ കൊടുക്കുക. അതിന് ശേഷം ഡിക്ലറേഷൻ്റെ അവിടെ ഒരു ബോക്സ് കാണാം, ടിക്ക് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ OBC അല്ല SC ST ഒക്കെ ആണെങ്കിൽ SC കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, 50 to 300 KB വരെയുള്ള. അതിനുശേഷം ഡിക്ലറേഷൻ കൊടുത്ത് നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കണം. ഇതൊക്കെ ഫില്ല് ചെയ്യണം കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ ജനറലാണെങ്കിൽ സിമ്പിളാണ്, അൺറിസർവ്ഡ് കൊടുക്കുക, നേരെ നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്താൽ മതി. കണ്ടില്ലേ, ഒന്നും കൊടുക്കണ്ട, നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. ജനറലാവുമ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല, ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. കമ്മ്യൂണിറ്റി അൺറിസർവ്ഡ് ആണ് കൊടുക്കുന്നത്, സബ്മിറ്റ് കൊടുത്തു, എന്നിട്ട് S കൊടുത്തു. അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്, ഓക്കെ കൊടുത്തോളൂ. അടുത്തത് PWD കാറ്റഗറി ആണോ, അതായത് ഡിസബിലിറ്റി ഉണ്ടോ, ഉള്ളവരെന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്തിട്ട് S കൊടുക്കുക. S കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. 40% മുകളിൽ ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഡിസബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നോ കൊടുത്താൽ മതി. അതിനുശേഷം ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. അപ്പോൾ അത് സബ്മിറ്റ് കൊടുക്കുക. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, നേരെ സബ്മിറ്റ് കൊടുത്തു, S കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്താണെന്ന് നോക്കാം.
ഇനി അഡ്രസ്സാണ് നിങ്ങളുടെ വീട്ടു നമ്പറാണ്, ഹൗസ് നമ്പർ കൊടുക്കണം ആദ്യം. പിന്നെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റ് നിങ്ങളുടെ ജില്ല കൊടുക്കുക, വില്ലേജ് കൊടുക്കുക, പിൻകോഡ് തെറ്റാതെ കൊടുക്കുക, പോസ്റ്റ് ഓഫീസ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കൊടുത്തതാണ്, വീണ്ടും തെറ്റാതെ കൊടുക്കുക. ഇതേ അഡ്രസ്സ് തന്നെയാണ്, അതായത് കറസ്പോണ്ടൻസും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങളിത് എസ് കൊടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മുകളിൽ ടൈപ്പ് ചെയ്ത അതേ കാര്യങ്ങൾ താഴേക്കും വരും. ഇനി രണ്ടും സെപ്പറേറ്റ് നിങ്ങൾ, അതായത് കറസ്പോണ്ടൻറ്റും പെർമനൻറ്റും ഡിഫറൻസ് ആണെങ്കിൽ, താമസിക്കുന്ന അഡ്രസ്സും ആധാറിലേക്കുള്ള അഡ്രസ്സ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോ കൊടുത്തിട്ട് സെപ്പറേറ്റ് ഫില്ല് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. രണ്ടും സെയിം ആണെങ്കിൽ എസ് കൊടുക്കുക. ഓൾറെഡി നമ്മൾ മുകളിലൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, കറസ്പോണ്ടൻസ് ഫില്ല് ചെയ്തു, അതിനുശേഷം എസ് കൊടുത്തു, ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വരും, നെക്സ്റ്റ് കൊടുത്തു. പിന്നെ ചോദിക്കുന്നത് ഫാദേഴ്സ് അഡ്രസ്സ് സെയിം ആണോ, നമ്മൾ കൊടുത്ത കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും ഫാദേഴ്സ് അഡ്രസ്സും സെയിം ആണെന്നാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ എസ് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ ആധാർ കാർഡ്, അച്ഛൻ്റെ ആധാർ കാർഡ് നോക്കുക. ഓക്കെ, എസ് കൊടുത്തു, ഞാൻ നെക്സ്റ്റ് കൊടുത്തു. അതേപോലെ അമ്മയുടെയും ചോദിക്കുന്നുണ്ട്, അമ്മയുടെയും അതേ അഡ്രസ്സ് തന്നെയാണ് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ എസ് കൊടുക്കുക. ഞാൻ എസ് കൊടുത്ത് നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തു. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം മൊത്തം വന്നിട്ടുണ്ട്, എല്ലാം വായിച്ച് നോക്കിക്കോളൂ. എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുക്കേണ്ട എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റ് കൊടുത്തു, എസ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് എവിടെയെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലായിരിക്കും, ഇന്ത്യ കൊടുക്കുക. ഔട്ട്സൈഡ് ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇന്ത്യ കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ക്വാളിഫിക്കേഷൻ ലെവൽ സെലക്ട് ചെയ്യുക. ഇവിടെ ഹയർ സെക്കൻഡറി 10+2 NCI ഡിപ്ലോമ ഗ്രാജുവേറ്റ് കാണാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഹയർ സെക്കൻഡറി കൊടുക്കുക. ഹയർ സെക്കൻഡറി കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ലെവൽ ചോദിക്കുന്നുണ്ട്. കംപ്ലീറ്റഡ് ആണോ അപ്പിയറിംഗ് ആണോ? കംപ്ലീറ്റഡ് ആണെങ്കിൽ കംപ്ലീറ്റഡ് കൊടുക്കുക. അതല്ല ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് കൊടുക്കുക. നമുക്കറിയാം NDA നോട്ടിഫിക്കേഷൻ പഠിക്കുന്നവർക്കും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ അപ്പിയർ ആണെങ്കിൽ അത്. ഞാൻ കംപ്ലീറ്റഡ് കൊടുത്തു. പിന്നെ ക്വാളിഫിക്കേഷൻ പാസിംഗ് സ്റ്റേറ്റ് കേരള ആയിരിക്കും, കേരള കൊടുത്തു. എല്ലാവരും കേരളയാണ്. അടുത്ത ഓപ്ഷൻ പറയുന്നത് എക്സാമിനേഷൻ ബോർഡ്, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ, അതായത് CBSE. അതല്ല നിങ്ങൾ നേരെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണോ, അത് നിങ്ങൾ സ്റ്റേറ്റ് ബോർഡൊക്കെ ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുക്കുക. CBSE ആണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ കേരള ബോർഡ് കൊടുത്തു ഞാൻ. ഇനി സ്കൂൾ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ കോളേജ് നെയിം, +2 ആണ് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ +2 സ്കൂൾ നെയിം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റുകൾ, അതായത് +2 പഠിച്ച സബ്ജക്റ്റുകൾ ഇവിടെ കാണാം. എക്സാമ്പിൾ ഫിസിക്സ്, മാത്തമാറ്റിക്സ് എക്സെട്ര. അപ്പോൾ നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റുകൾ അതേപോലെ ഒന്ന് കോമിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റോൾ നമ്പർ, +2 റോൾ നമ്പർ കൊടുക്കുക. ഇതെല്ലാം സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ക്വാളിഫിക്കേഷൻ കംപ്ലീഷൻ, അത് സർട്ടിഫിക്കറ്റിലുണ്ടാവും, അത് കൊടുക്കണം. ഡേ, മന്ത്, ഇയർ. അതിനുശേഷം +2 കിട്ടിയ പേഴ്സൻറ്റേജ് ആണെങ്കിൽ പേഴ്സൻറ്റേജ്, ഇവിടെ പേഴ്സൻറ്റേജ് കാണാം. CGP ആണെങ്കിൽ അത് കൊടുക്കുക. പേഴ്സൻറ്റേജ് കൊടുത്തു. അപ്പോൾ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്, അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം സെലക്ട് മീഡിയം ഓഫ് സ്ട്രീം ഓർ കോഴ്സ്, മലയാളമാണ്, മലയാളം, താഴെ മലയാളം കാണാം, അത് കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ ആഡ് കൊടുക്കുക. അപ്പോൾ NDA ആണെങ്കിൽ നിങ്ങൾക്ക് +2 മതി. ഇനി അതല്ല CDS ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ഉണ്ടോ ഇതുപോലെ നിങ്ങൾ ആഡ് കൊടുത്തിട്ട് സെപ്പറേറ്റ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ എല്ലാ ക്വാളിഫിക്കേഷനും ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിവ്യൂ ആൻഡ് നെക്സ്റ്റ് കാണാം, അത് കൊടുക്കണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ സബ്മിറ്റ് കൊടുക്കുക. എസ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് സെൽഫ് എംപ്ലോയിഡ് ആണോ, ആണെങ്കിൽ എസ് കൊടുക്കണം. എന്തെങ്കിലും സെൽഫ് എംപ്ലോയ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, നോ കൊടുക്കുക, നേരെ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ എംപ്ലോയിഡ്, ഹാവ് യു എവർ ബീൻ എംപ്ലോയിഡ്, എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ നോ കൊടുക്കുക. സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ നോ കൊടുത്താൽ മതി. പ്രിവ്യൂ ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ എസ് കൊടുക്കുക, പിന്നെ ഓക്കെ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞു. എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര നീണ്ട പ്രൊസീജിയർ തന്നെ നമുക്ക് ഈ ഒരു NDA ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ വരുന്നുണ്ട്. ഹാവ് എനി അതർ അച്ചീവ്മെൻറ്റ്, എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് ഉണ്ടോ, എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. എന്തെങ്കിലും പ്രൈസ്, മെഡൽ, സ്കോളർഷിപ്പ്, NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുത്ത് ഇതൊക്കെ ഫില്ല് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുത്താൽ മതി. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഇത് കൊടുത്തോളൂ. ഇവിടെ സ്പോർട്സ് NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക, നേരെ നെക്സ്റ്റ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക, എസ് കൊടുക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് പ്രീവിയസ് UPSC എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക.
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ NDA കാണാം, CDS കാണാം, തുടങ്ങിയ കോമ്പറ്റീഷൻ എക്സാമുകളുടെ ഡീറ്റെയിൽസ് കാണാം. സെലക്ട് ചെയ്ത് എക്സാമിനേഷൻ ഇയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോ കൊടുത്താൽ മതി. ഉള്ളവർ ഒന്ന് കൊടുത്തോളൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ജോയിൻ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ചോദിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാൻ പറ്റില്ല. നോ കൊടുക്കുക, നെക്സ്റ്റ് ആൻഡ് പ്രിവ്യൂ കൊടുക്കുക. നേരെ സബ്മിറ്റ് കൊടുത്തു, എസ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോട്ടോൻ്റെ സൈസ് 20 KB മുതൽ 200 KBയും സിഗ്നേച്ചറിൻ്റെ സൈസ് 20 KB മുതൽ 100 KB. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോൻ്റെ സൈസ് കുറയ്ക്കുക. ഇവിടെ അക്സെപ്റ്റബിൾ ഫോട്ടോസ് ഇവിടെ കാണാൻ ഞാൻ കാണിച്ചു തരാം. ഇപ്രകാരമുള്ള ഫോട്ടോ മാത്രമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഏകദേശം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടാൽ അറിയാലോ, ഇതുപോലെ. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫോട്ടോസ് ഈ ടൈപ്പൊക്കെ ആണെങ്കിൽ, കണ്ണട വെച്ചതോ ചെരിഞ്ഞതോ ബ്ലറായിട്ടുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ, ഇത്ര സൂം ചെയ്ത ഫോട്ടോ, അതുപോലെ ക്യാപ്പ് വെച്ച ഫോട്ടോ, തലതിരിഞ്ഞ ഫോട്ടോ, ഇതുപോലത്തെ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. ഒരു കാരണവശാലും നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. ഇതാണ് അക്സെപ്റ്റബിൾ ഫോട്ടോ. നേരെ നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്ത് സൈസ് കുറച്ച ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്ലോഡ് ഫോട്ടോൻ്റെ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഗൈഡ് ലൈൻ കാണാം. അക്സെപ്റ്റബിൾ സിഗ്നേച്ചർ, ഇപ്രകാരമുള്ള സിഗ്നേച്ചറാണ് അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫയൽ നെയിം നമുക്ക് കാണാം. ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫയൽ നെയിം, ഫോട്ടോൻ്റെ ഫയൽ നെയിം ഫോട്ടോ എന്ന് കൊടുക്കണം, റീനെയിം ചെയ്ത് കൊടുക്കുക. അതുപോലെ സിഗ്നേച്ചറിൻ്റെ ഫയൽ നെയിം സിഗ്നേച്ചർ എന്ന് റീനെയിം ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളിത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ആയിട്ടുണ്ട്. സേവ് ആൻഡ് സബ്മിറ്റ് കൊടുത്തു. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യുവർ കോമൺ ആപ്ലിക്കേഷൻ ഫോം. പ്രൊസീഡ് ഫോർ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്തിട്ടുണ്ട്. നേരെ ഹോം പേജിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം വ്യൂ എക്സാമിനേഷൻ നോട്ടീസ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവായി കിടക്കുന്ന 2 നോട്ടിഫിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ട്, NDA CDS. അതിൻ്റെ PDF നോട്ടിഫിക്കേഷൻ PDFൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വായിക്കാൻ പറ്റും. അത് നമുക്ക് ആവശ്യം വരുന്നില്ല. നേരെ ബാക്ക് വരിക, ഹോം പേജിലേക്ക് വരിക. എന്നിട്ട് റൈറ്റ് സൈഡിൽ അപ്ലൈ ഫോർ എക്സാമിനേഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, NDA CDS. NDAയിലേക്ക് അപേക്ഷ അയക്കുന്നവർ ആദ്യത്തെ ഓപ്ഷൻ NDAൻ്റെ നേരെ അപ്ലൈ കാണാം, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി CDSയിലേക്ക് ആണെങ്കിൽ നിങ്ങൾ CDSൻ്റെ നേരെ കാണുന്ന അപ്ലൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് CDSയിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും. സോ നമുക്ക് 2 സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതുവരെയുള്ള സ്റ്റെപ്പ് കറക്റ്റ് ആയിരുന്നു. CDS ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റും കാര്യങ്ങളും നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിൽ കൊടുത്ത ടൈമിൽ ഗ്രാജുവേഷൻ നിങ്ങൾ എന്തായാലും കൊടുക്കണം, കാരണം അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷനാണ്. അപ്പോൾ NDAയിലേക്ക് ആണെങ്കിൽ +2, CDSയിലേക്ക് ഡിഗ്രി. ആ കാര്യം മനസ്സിലാക്കുക. ഏജ് നല്ല വ്യത്യാസമുണ്ട്, ഏജ് ക്രൈറ്റീരിയ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ NDA ആണ് നമ്മൾ അപേക്ഷ അയക്കുന്നത്. NDA അപ്ലൈ കൊടുത്തു. അപ്പോൾ നേരെ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. കാൻഡിഡേറ്റ് ഐഡൻറ്റിറ്റി, മെട്രിക്കുലേഷൻ, ബോർഡ് പ്രൊഫൈൽ, ആധാർ, ഫോട്ടോ ID, അതായത് യൂണിവേഴ്സൽ രജിസ്ട്രേഷനിൽ വരുന്ന ഓപ്ഷൻസ്. പിന്നെ കോമൺ ആപ്ലിക്കേഷൻ ഫോമിലും കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂ ഓപ്ഷൻ കാണാം, അതെല്ലാം നിങ്ങൾ വ്യൂ കൊടുക്കുക. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വ്യൂഡ് എന്ന് കാണിക്കും, വ്യൂഡ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം വ്യൂ ആയിട്ടുണ്ട്. ഇതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം വ്യൂ ആയിട്ടുണ്ട്. വ്യൂഡ് കാണാം, ഒരു ടിക്ക് കാണാം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുത്ത് വ്യൂ യുവർ കോമൺ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോക്ക് കോമൺ ആപ്ലിക്കേഷൻ കാണാം. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുക, ലോക്ക് കൊടുക്കുക. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ സൈനിക മിലിറ്ററി സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ, ആണെങ്കിൽ എസ് കൊടുക്കണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ 2 ഓപ്ഷൻ കാണാം. ആദ്യത്തെ ഓപ്ഷൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലാത്തവർ, സയൻസ് അല്ലാത്തവർക്കാണ്, +2 സയൻസ് അല്ലാത്തവർക്കാണ് ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷൻ +2 സയൻസ് ആണെങ്കിൽ കൊടുക്കുക. കാരണം നമുക്കറിയാം +2 ഏത് പഠിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റിയ പോസ്റ്റുകളും +2 സയൻസ് പഠിച്ചവർക്ക് അപേക്ഷ അയക്കാൻ പറ്റിയ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷനാണ് NDA. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുത്തത് PCM ആണ്, അതായത് +2 സയൻസിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം ഇഷ്യൂയിങ് ഡേറ്റ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂയിങ് ഡേറ്റ് കൊടുക്കണം. അതെല്ലാം സർട്ടിഫിക്കറ്റിലുണ്ടാവും. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഡെസിഗ്നേഷൻ കൊടുക്കണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം സെക്കൻഡറി
_board_certificate ഇതുപോലെ നിങ്ങൾ റീനെയിം ചെയ്യുക. 50 KB മുതൽ 300 KB വരെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്യൂയിങ് അതോറിറ്റിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുക്കുക. ഇനി ചോദിക്കുന്നത് പ്രിഫറൻസ് കൊടുക്കാനാണ്. ആർമി, നേവി, എയർഫോഴ്സ്, നേവൽ അക്കാഡമി. അപ്പോൾ ഏതിനാണോ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ 1, 2 ആ ഒരു ലെവലിൽ നിങ്ങൾ എഴുതി പോവുക. കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ആർമി 1, എയർഫോഴ്സ് 2, നേവി 3, നേവൽ അക്കാഡമി 4. പിന്നെ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് ഡിഡ് യു എവർ ഫെയിൽ ഇൻ CPSS PABT എക്സാമിനേഷൻ ഓഫ് എയർഫോഴ്സ്. ഈ 2 ഓപ്ഷനും എന്താ കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ആദ്യത്തെ ഓപ്ഷൻ നോ കൊടുക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ യെസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തോളൂ. അതൊക്കെ ആയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് അടയ്ക്കണം. നമുക്കറിയാം SC ST വിഭാഗത്തിൽ വരുന്ന ബോയ്സിനും പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല. പെൺകുട്ടികൾ ഏതൊരു കാറ്റഗറി ആണെങ്കിലും ഫീസ് വരുന്നില്ല. ജനറൽ OBC വിഭാഗത്തിൽ വരുന്ന ബോയ്സിനാണ് 100 രൂപ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് വരുന്നവർക്ക് മാത്രം, അതായത് ജനറൽ OBC വിഭാഗത്തിൽ വരുന്ന ബോയ്സാണ് അപേക്ഷ അയക്കുന്നതെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ ഒരു പേജ് വരുള്ളൂ. അല്ലാത്തവർക്ക് നേരെ എക്സാമിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള പേജ് ആയിരിക്കും വരിക. അപ്പോൾ ഫീസ് വരുന്നവർക്ക് പേ ഓൺലൈൻ കൊടുക്കുക. അതിനുശേഷം ഇതാ NDA 2025 എക്സാമിനേഷൻ ഇയർ 100 രൂപ ഫീസ്, പേ ഫീസ് കൊടുക്കുക. അപ്പോൾ SBI നെറ്റ് ബാങ്കിങ്, അതർ ബാങ്ക് നെറ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, UPI ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കുക. നിങ്ങൾ UPI സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് പേജിൽ കാണാം. QR കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്തിട്ട് 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പേജിലേക്ക് തനിയെ പോകും, നിങ്ങളൊന്നും ചെയ്യേണ്ട. അടുത്ത ഓപ്ഷൻ നമ്മൾ എക്സാമിനേഷൻ സെൻറ്റർ കൊടുക്കണം. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഈ 3 ജില്ലയിലാണ് പരീക്ഷാ സെൻറ്റർ ഉള്ളത് കേരളത്തിൽ. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല മാത്രം കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ആൻഡ് റിവ്യൂ കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പേരും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ അടങ്ങിയൊരു പേജ് വന്നിട്ടുണ്ടാവും. ഇങ്ങനൊരു പേജ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ നേരെ ഹോം പേജിൽ വന്നിട്ടുണ്ടാവും. അതിനുശേഷം 4ാമത്തെ ഓപ്ഷനിൽ മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇതതുപോലെ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ, എക്സാമിനേഷൻ ഇയർ, എക്സാം കോഡ്, അപ്ലൈഡ് ഓൺ, വ്യൂ ആപ്ലിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നോക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് 17 ജൂൺ 17 CDS ആണെങ്കിലും ND ആണെങ്കിലും ലാസ്റ്റ് ഡേറ്റ് 17 തന്നെയാണ്. ലാസ്റ്റിലേക്ക് വെക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. +2 പാസ്സായ ബോയ്സിനും ഗേൾസിനും NDA, ആർമി, നേവി, എയർഫോഴ്സിൽ യൂണിഫോം ഓഫീസർ ജോലിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നന്നായി പ്രിപ്പയർ ചെയ്തോളൂ. ഇതിൻ്റെ എക്സാമിനേഷൻ പഠിക്കാനുള്ള ബുക്കൊക്കെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ 1 ടൈം ക്രിയേഷൻ വീഡിയോ, പഠിക്കാനുള്ള ബുക്ക്, പിന്നെ നോട്ടിഫിക്കേഷൻ വീഡിയോ, ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും എല്ലാം ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അപേക്ഷ അയച്ചോളൂ. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഡെയിലി കറക്റ്റായിട്ട് യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.